ഹലോ, ഇത് തേരിൻ്റെ അന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണേ. അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഞാനും അമ്മൂമ്മയും കൂടെ അമ്പലത്തിലേക്ക് പോയി. അപ്പം രാവിലെ തന്നെ അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് പൊങ്കാല ഉള്ളവരെല്ലാം കൂടെ കുഞ്ഞമ്മയും അമ്മയും എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയി. അപ്പം ഞങ്ങളൊരു 8 മണിയായപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തേരിൻ്റെ അന്ന് രാവിലെ അത്യാവശ്യം നല്ല തിരക്ക് കാണും അമ്പലത്തിൽ. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പടിഞ്ഞാറേ നടയിലേക്ക് പോകാൻ പോവാണ്. അപ്പം തേര് കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഒരു സൈഡിൽ പൂജിച്ചു, മറ്റേ സൈഡിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അമ്പലത്തിലെല്ലാം കയറി തൊഴുതിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണേ. അപ്പം പൊങ്കാല എല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും പൊങ്കാല കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നപ്പോഴത്തേക്കും ആദു ഉണർന്നു. ഇനി അവനെ ഒന്ന് റെഡിയാക്കണം. അങ്ങനെ ആദുവിനെ കുളിപ്പിച്ച് പല്ലെല്ലാം തീപ്പിച്ച് ഫുഡെല്ലാം കൊടുക്കാൻ ഇരുത്തിയേക്കുവാണേ. അങ്ങനെ ആദുവിന് ഫുഡെല്ലാം കൊടുത്തിട്ട് അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അമ്പലത്തിലൊക്കെ കറങ്ങാമെന്നും പറഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ പിള്ള വെപ്പിന് നേർച്ചയായിട്ട് നടത്തുന്നവരുടെ തിരക്കായിരുന്നു. അപ്പോൾ അത് കുട്ടികളില്ലാതെ പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളുമായിട്ട് നമ്മൾ ചെന്നിട്ട് ആണാണെങ്കിൽ ആണിൻ്റെ രൂപം, പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ രൂപം അത് അവരുടെ തലയിൽ വെച്ചിട്ട് നേർച്ചയായിട്ട് അവിടെ അമ്പലത്തിൽ സമർപ്പിക്കുക. അതാണ് അവിടുത്തെ ഒരു വിശ്വാസം. അങ്ങനെ അതിനുള്ള തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അമ്പലത്തിന് താഴെ കടവാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ നല്ല തിരക്ക് വീണ്ടും അവിടെ ഉണ്ടായിരുന്നു. പിള്ളവെപ്പിൻ്റെ തിരക്കാണ് ഇത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തേരനക്കം കാണാനാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പം കറക്റ്റ് 4:05 തന്നെ തേരനക്കം നടക്കും. അങ്ങനെ ഇത് കാണാനുള്ളവരുടെ തിരക്കാണ് ഇത്. നല്ല ആ ഗ്രൗണ്ട് ഫുള്ള് ആളായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. 4:05 തേരനക്കം കഴിഞ്ഞിട്ട് ഈ തേര് പിന്നെ കിഴക്കേ നടയിൽ നിന്ന് പടിഞ്ഞാറേ നടയിൽ നിന്ന് കിഴക്കേ നടയിലേക്കും ഇങ്ങനെ തേര് ഓട്ടമാണ് ഇത്. അങ്ങനെ ഞങ്ങൾ തേരനക്കവും തേരോട്ടവും ഒക്കെ കണ്ടിട്ട് തിരിച്ച് ജംഗ്ഷനിൽ വന്നേ. പിന്നെ ഉത്സവമെല്ലാം നമ്മുടെ ജംഗ്ഷനിലാണ് നടക്കുന്നത്. അപ്പം ഓരോ ജംഗ്ഷനിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളെല്ലാം കൂടെ നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പം ആ ജംഗ്ഷനിൽ വന്നിട്ടാണ് എല്ലാ കെട്ടുകാഴ്ചകളും തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നത്. രാവിലെ പിണ്ടിവിളക്കുണ്ട് അമ്പലത്തിൽ. അത് തേരിന് പിറ്റേ ദിവസമാണ്. അങ്ങനെ 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വിളക്കിന് വേണ്ടിയിട്ട് വന്ന്. ആൺകുട്ടികളാണ് ഈ വിളക്കെടുക്കുന്നത്. അങ്ങനെ തേര് വലിച്ച് കിഴക്കേ നടയിൽ നിന്ന് പടിഞ്ഞാറേ നടയിൽ കൊണ്ടുവച്ചിട്ടാണ് വിളക്ക് തുടങ്ങുന്നത്. അങ്ങനെ വിളക്ക് തുടങ്ങിയിട്ടുണ്ട്.
വിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 വലം വയ്ക്കുന്നവരുണ്ട്, 5 7 അങ്ങനെയാണ് വലം വയ്ക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ വലം വയ്ക്കാം. ലാസ്റ്റ് 7 വലം വെച്ചിട്ടാണ് നിൽക്കുന്നത്, വിളക്ക് നിർത്തുന്നത്. അങ്ങനെ വിളക്ക് കഴിഞ്ഞിട്ട് നമ്മളത് അവിടെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ടാവും. അവിടെ കൊണ്ടുവന്ന് ഈ പിണ്ടി വിളക്കിടുക. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വിളക്ക് കഴിഞ്ഞിട്ട് ഈ തേര് പടിഞ്ഞാറേ നടയിൽ നിന്ന് കിഴക്കേ നടയിലോട്ട് വലിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് അവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്